ഏത് മീൻ കിട്ടുന്ന അറിയില്ല. നമുക്ക് ഏത് മീൻ കിട്ടണോ ആ മീനോട് നമ്മൾ കറി ഉണ്ടാക്കും, കപ്പിയും വെച്ച് കഴിക്കും. ഓക്കെ, പിടിച്ചോളാം ഗിരീഷ് ചേട്ടാ. ഇത് മതിയാ? മതി, ഇതിൽ കൂടുതൽ വേണ്ട, മതി. ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുത്തന്നൂരാണ് വന്നിരിക്കുന്നത്. കുത്തന്നൂർ പറയുമ്പോൾ ഒരു വലിയ കൃഷി സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വിഷ്ണു ഭയങ്കരമായ കൃഷിയാണ്. അതായത് പച്ചക്കറികൾ, അതുപോലെ കപ്പ എല്ലാം വെച്ചിട്ടുള്ളതാണ്. ഇവൻ്റെ കൃഷിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. എന്താ വെച്ചാൽ തക്കാളി, പച്ചമുളക്, കപ്പ, മീൻ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വിഷ്ണുവിൻ്റെ അവിടെ കിട്ടും. നമ്മൾ അത്യാവശ്യം എന്താ പറയുക മീൻ വളർത്തുന്നുണ്ട്, 5-6 കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കപ്പ വെച്ചിട്ടുണ്ട്, മധുരക്കിഴങ്ങ്, പച്ചക്കറി, വെണ്ടയ്ക്ക, മറ്റേ പയർ, എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്ന പോലെ ഇപ്പോൾ അത് തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ കപ്പ വിളവെടുപ്പുണ്ട്, വെണ്ടയ്ക്ക പറിച്ചെടുക്കുന്നുണ്ട്, പയർ പറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കപ്പോൾ പുഷ്പ ചേച്ചി വന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ കപ്പയും മീനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് വിഷ്ണു എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ മീൻ പിടിക്കുകയാണ്. ആദ്യം മീൻ പിടിക്കുക, അത് കഴിഞ്ഞാൽ മീൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകി മസാലയെല്ലാം തിരുമ്പി ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് മീൻ പിടിക്കലാണ് ഇത്തിരി കഷ്ടമുള്ള പരിപാടി. ഒരു കൊളവാഴ പറയുന്നില്ലേ, ഇതൊക്കെ എന്താ? ഇത് നമ്മൾ മാറ്റാതിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മീൻ രാത്രി ഇഷ്ടം പോലെ കളവ് കൊണ്ടായിരുന്നു. ആദ്യം 2-3 വർഷമായിട്ട് നന്നായിട്ട് കളവ് കൊണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഇട്ടതിന് ശേഷം പിന്നെ മാറ്റാൻ നിന്നില്ല. നമ്മൾക്ക് കുറെ നഷ്ടം വന്നു, കാരണം ആൾക്കാർ രാത്രി മീൻ പിടിച്ചുകൊണ്ട് പോയിട്ട് കുറെ നഷ്ടം വന്നു. നമുക്ക് എന്നാ പിന്നെ മീൻ പിടിക്കാനുള്ള പരിപാടികൾ എന്തായാലും മീൻ പിടിക്കാൻ പോവാണ്, വന്ന് വല വീശാൻ പോവാണ്. ഏത് മീൻ കിട്ടുന്ന അറിയില്ല. നമുക്ക് ഏത് മീൻ കിട്ടണോ ആ മീനോട് നമ്മൾ കറി ഉണ്ടാക്കും, കപ്പിയും വെച്ച് കഴിക്കും. ഓക്കെ, ആയിക്കോട്ടെ. ഇതിലൊന്നും കിട്ടിയില്ല കേട്ടോളൂ. നമുക്ക് മീനെല്ലാം ഓടിപ്പോയി നമ്മളെ കണ്ടിട്ടേ. ഇല്ല, നമുക്കപ്പോ ഒന്നുകൂടെ വീശാട്ടോള്. അല്ല, അപ്പോൾ നമ്മളവിടെ 2-3 പ്രാവശ്യം വീശി, അവിടെ കിട്ടിയില്ല. അപ്പോൾ മീനുകളെല്ലാം പേടിച്ച് മാറി. അപ്പോൾ നമ്മൾ വേറൊരു കുളത്തേക്ക് വന്നിരിക്കുക, പിടിക്കാൻ പോവാട്ടോ. സെറ്റ്. നമ്മൾ നല്ല തിലോപ്പി വിട്ടിട്ടുണ്ട്. തിലോപ്പിയും നെട്ടറും വാളയും എല്ലാം ഉണ്ട് കേട്ടോ. വാളയും നെട്ടറും തിലോപ്പിയും എല്ലാം പെട്ടിട്ടുണ്ട്. നെട്ടറും തിലോപ്പിയും എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീശിയിൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ വീശി നോക്കാം. ഓക്കെ, ഡൺ. നമുക്ക് ആദ്യത്തെ വീശിലെല്ലാം മീനുകളെല്ലാം പേടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം വീശിയയിലെല്ലാം മീനെല്ലാം പേടിച്ചു പോയി. അപ്പോൾ നമുക്ക് തിലോപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് വീശിലെ കംപ്ലീറ്റ് മീനുകൾ പേടിച്ച് ചണ്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ നമുക്ക് കുറേശ്ശെ പിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും കൂടെ ഒന്നുകൂടെ വീശി നോക്കാം. നന്നായി തീറ്റിയിട്ട് ഒന്നുകൂടെ വീശി നോക്കാം. അപ്പോൾ ഇതിലുള്ളത് കട്ട്ല, രോഹു, മറ്റേ വാള, നട്ടർ അങ്ങനെയുള്ള മീനുകളാണ്. അപ്പോൾ കുറേശ്ശെ നമുക്ക് കുറേശ്ശെ വീശി നമുക്ക് പിടിക്കാം. ഈ കുളത്തു നിന്നും വേറെ കുളത്തു നിന്നും നമുക്ക് വീശി പിടിച്ച് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് കപ്പയാണ്. കപ്പ പുഴക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലീൻ ചെയ്യാം. അടുത്ത് മീനിന്റെ കൂടെ കപ്പ സെറ്റാക്കാം. ഓക്കെ, ഏതാ കപ്പ വെക്കേണ്ടത്? ഇതാണോ? റെഡി, ആയിക്കോട്ടെ. ഇതല്ലേ? ശരി, പിടിച്ചോളാം ഗിരീഷ് ചേട്ടാ. ഇതിപ്പോ ഏകദേശം ഒരു 6 കിലോ ഉണ്ടാവും.
ഓക്കെ, അപ്പൊ നമുക്കിത് സെറ്റ് ആക്കുകയല്ലേ? അയ്യേ ഇതൊന്നും പോരാ, ആൾ ഇത്ര വെച്ചിട്ടേ ഇനി ഒന്നും കൂടി എന്നാ ഓക്കെ, അടുത്ത ഒന്നുകൂടെ പറിക്കാം. ചെയ്യാം. ഗിരീഷ് ചേട്ടാ, ഇതാണല്ലേ? ഇതാണ് അടുത്തത്. ശരി, നോക്കല്ലേ? ഒരു രണ്ടാം പേരും കൂടി വേണം. വരും എന്തായാലും പിടിച്ചോ. 1 2 3 അടിപൊളി. ഇത് എത്ര ഉണ്ടാവും വിഷ്ണു? 1 കിലോ ഉണ്ടാവില്ലേ? 8 6. ഓ മതിയോ? ഇത് മതിയാ? മതി, ഇതിൽ കൂടുതൽ വേണ്ട, മതി. വളങ്ങളൊന്നും ഇല്ലാതെ കുളത്തിൻ്റെ അടുത്ത് വെറുതെ ചുമ്മാ പന്നി പറിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞ ചുമ്മാ നട്ടതാണേ. നമുക്ക് കിട്ടുന്നുള്ള യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് വന്നിട്ടും പന്നിക്ക് തീറ്റി ഉണ്ടാക്കുകയാണ് പറഞ്ഞേ. അപ്പോൾ ശരി ആയിക്കോട്ടെ, പന്നിയെങ്കിലും നിന്നോട്ടെ പറഞ്ഞാണ്. നമുക്ക് പന്നി വന്നില്ല. നമുക്ക് നമ്മുടെ ഒരു ചെറിയ പാടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പാടിയിലേക്ക് പോയിട്ട് അവിടെ പോയി നന്നാക്കാം. പാടി ചെറിയ പാടിയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓരോന്നാക്കി വെട്ടി വെട്ടിയിട്ട് ഞാനൊക്കെ തൊലി കളയാം. ഓക്കെ, അതേ അതല്ല നമ്മൾ നന്നായിട്ട് വേഗണ കപ്പയാണ്. അതല്ലേ? അതുകൊണ്ട് നല്ല മൈ പോലെ വേഗം. അത് ശരി. ഇവിടെ നിറയെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് അവര് കഴിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറെ നമ്മൾക്ക് ഒരു ദിവസം 10-60 കിലോ വെച്ച് പോകുന്നുണ്ട്. എത്ര സെയിലാവും? നമുക്ക് അത്യാവശ്യം 10-60 കിലോ ഒരു ദിവസം പോകുന്നുണ്ട്. അതെ, അധികം ആൾക്കാര് ഈ എന്താ പറയാ, ഈ കപ്പയും മീനും വെക്കണവരാണ് അധികം വരുന്നില്ല. അതെ അതെ അതെ, നമുക്ക് നമ്മുടെ ഷോപ്പ് ഉണ്ട്, കൽക്കുളത്ത് ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ച് 10-60 കിലോ ദിവസം പോകുന്നുണ്ട്. കല്യാണ സീസണിന് ആൾക്കാരൊക്കെ വന്ന് വാങ്ങിട്ട് പോകണ്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാം നമ്മുടെ കപ്പയെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ വൃത്തിയായി കഴുകിയിട്ട് കാണാം. ഇതാ മീൻ നന്നാക്കാൻ പോകുന്നു. ഇതാ പിടയ്ക്കണ മീനാണ് കേട്ടോ. ഇതാ ചത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെ നമുക്കിത് നന്നാക്കാം. ചെളുക്കില്ലാത്ത മീനാണ്. അപ്പൊ ഇനി ബാക്കിയുള്ള മീനും കൂടെ കട്ട് ചെയ്തിട്ട് കാണാം നമുക്ക്. കഴുകി കഴിഞ്ഞു. ഇനി ഒരു വിനാഗിരി ഒന്ന് ഒഴിച്ചു. കുറച്ച് ഒഴിക്കാം അല്ലേ? അത് മുഴുവൻ ഒഴിച്ചോ? ഓക്കെ, കുഴപ്പമില്ല, മുഴുവൻ ഒഴിച്ചു. ചുറ്റി ഒഴിക്കാണ്ട്. മിനിറ്റ് കഴിയട്ടെ വിഷ്ണു. അപ്പൊ നമ്മൾ 3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞു, വിനാഗിരി ഇട്ട് കഴുകി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാം നമ്മള് കഴുകി കഴിഞ്ഞു. ഇനി പുഷ്പ ചേച്ചി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഞങ്ങള് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് പുറത്താണ്, കപ്പത്തോട്ടത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തത്. അടുപ്പെല്ലാം കത്തിച്ച് അവിടെ വെക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പൊ മഴ കാരണം നമുക്കത് പറ്റിയില്ല. അപ്പൊ നമ്മൾ ഷെഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ മീനെല്ലാം കഴുകി ഫ്രഷ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കപ്പയെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ പുഷ്പ ചേച്ചി നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പ് കത്തിക്കാൻ പോവാണ്. നമ്മളൊരു 15 കിലോ കപ്പയും ഒരു 8 കിലോ മീനുമാണെന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് കിഴങ്ങൊന്ന് കൊട്ടിക്കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൊട്ടിക്കൊടുത്തോ. ഓക്കെ, അപ്പൊ അങ്ങനെ നല്ലോണം ഒന്ന് തിളക്കട്ടെ. അടുപ്പ് നന്നായി കത്തി വന്നിട്ടുണ്ട്. ഞാൻ ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. വിഷ്ണു ഉള്ളി ഇട്ട് കൊടുത്തോ. ഉള്ളി ഇടുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ്, അങ്ങനെ കൊട്ടിക്കൊടുത്തോ.
ഉള്ളി അങ്ങനെ മുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു 1/4 കിലോ ഇഞ്ചി വെച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 8 കിലോനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, കൂടുതലിടണ്ട. ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഞാൻ ഒരു 1/2 കിലോ തക്കാളി നല്ല പുളിയുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പച്ചമണം പോണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പച്ചമണമൊക്കെ പോയി നല്ല ഇതായിട്ടുണ്ട് നോക്കിക്കോളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ തിളക്കട്ടെ. ഒരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഒരു 2 കൈ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളക്കുന്നുണ്ട്. നമുക്ക് മീനൊന്ന് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. അപ്പം അങ്ങനെ മീനൊക്കെ അങ്ങോട്ട് തിളക്കട്ടെ. നമ്മൾക്കൊന്നിങ്ങനെ ഒതുക്കി കൊടുക്കാം. ആള മീനായതുകൊണ്ട് വേഗം ആകും. ഒരു അരമണിക്കൂർ കഴിയിട്ട് എന്നിട്ട് കാണാം. അപ്പൊ നമുക്ക് കപ്പയൊന്ന് തുറന്ന് നോക്കാം, വെന്തോന്ന് നോക്കാം. തിളക്കുന്നുണ്ട്. നമുക്കിനി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഓക്കെ, ഒരു സ്പൂൺ ഇട്ടോ ഇട്ടോ അങ്ങനെ ഇട്ടോ, ചുറ്റും ഇട്ടോ. ഉപ്പിടാം. പുഷ്പ ചേച്ചി എത്ര വേണം? ഇതിന് വേണ്ട ഉപ്പിട്ടോ. അവിടെ കാണിക്ക്. ഇട്ടോ, ഒരു പിടി ഇടുന്നുണ്ട്. ചുറ്റി അങ്ങോട്ട് ഇടും. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതും വാർത്തെടുക്കണം. കപ്പ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഈ വെള്ളം ഒന്ന് വാർത്തെടുക്കാം. വെള്ളം ഒന്ന് ചരിച്ചു വിടാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വരട്ടിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. മതി വിഷ്ണു, മതി. കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. അപ്പൊ അടുത്തത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മുറുകി വരട്ടെ. നമ്മുടെ മീൻ കറി ഇതാ തിളച്ച് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് സെറ്റായി. നമുക്കിനി കുറച്ച് കറിവേപ്പില ഇടാം. ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞ് കപ്പ കൊട്ടി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കപ്പ അടിപൊളിയായി സെറ്റായി. നമ്മുടെ കറിയും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം നമുക്ക് അവരെ എല്ലാവരെയും വിളിച്ച് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. കപ്പയും മീനും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനുള്ള എല്ലാവരും ഉണ്ട്. നമ്മുടെ നാട്ടുകാരെല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗിരീഷ് ചേട്ടാ, എങ്ങനെയുണ്ട് കപ്പയും മീനും? നന്നായിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് വേണം. അങ്ങനെ ഓക്കെ. കപ്പനേക്കാൾ ഇഷ്ടപ്പെട്ടത് വാളക്കറിയാണ്. ഓക്കെ രാധാട്ടാ? കപ്പയും വാളക്കറി സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ഭക്ഷണം. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ദിലീപേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയായി, സൂപ്പർ. അപ്പൊ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. കപ്പയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്.
വാളക്കറിയൊക്കെ സൂപ്പറായിട്ട് ഇതാ പുഷ്പ ചേച്ചി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ ലെവല്. നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ വരാം. ഞങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് മാത്രമേ. കപ്പയും മീനും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ കൊണ്ടുപോവുക. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇനി വേണമെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാട്ടോളും. ഇഷ്ടം പോലെ സാധനം വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇതിനിവിടെ കിടിലമായിട്ട് വിടുന്നതായിരിക്കും. അത് വരയ്ക്കും. ബായ്.